നമ്മൾ ലോകത്ത് നന്മ കൊണ്ട് കൽപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാ, തിന്മ കൊണ്ട് വിരോധിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അല്ലേ? അന്യമതക്കാരോട് എന്ത് വെച്ച് പുലർത്താൻ ആ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത്? അക്രിം ജാറക വലൗ കാന കാഫിറ, അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽപക്കക്കാരൻ അമുസ്ലിമായ മനുഷ്യരാണെങ്കിൽ, ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ, പരദൈവ വിശ്വാസിയാണെങ്കിൽ അവനെ ബഹുമാനിച്ചേ മതിയാവൂ മുഹമ്മദ് മുസ്തഫ. ആരാണ് അയൽപക്കക്കാരൻ? അയൽപക്കക്കാരന്റെ ഡെഫിനിഷൻ എന്താ? നിന്റെ വീടിന്റെ 40 വീട് നിന്റെ അയൽക്കാരനാ. നിന്റെ വീടിന്റെ 40 വീട് നിന്റെ അയൽക്കാരനാ. അതിൽ ഹിന്ദു ഉണ്ടാവാം, ക്രിസ്ത്യാനി ഉണ്ടാവാം, അതുപോലെ തന്നെ നിരീശ്വരവാദി ഉണ്ടാവാം, മതത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ടാവാം, നിന്നെ ആക്ഷേപിക്കുന്നവരുണ്ടാവാം, നിന്റെ ശത്രുവുണ്ടാവാം. അവന് അക്രിം ജാറക വലൗ കാന കാഫിറ, അമുസ്ലിമായവനാണ് നിന്റെ അയൽവാസിയെങ്കിൽ അവനെ ബഹുമാനിച്ചു കൊള്ളണം. ആ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചാൽ അഗ്നിയാണ് നീ തിന്നുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. ഇത്രയധികം അയൽക്കാരോട് മര്യാദ പുലർത്താൻ, അന്യമതക്കാരോട് മര്യാദ പുലർത്താൻ ലോകത്ത് കൽപ്പിച്ച പ്രവാചകൻ വേറെയുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മദീനയിലുള്ള കാലം കുറച്ച് ക്രിസ്ത്യാനികൾ വന്നു പ്രവാചകനുമായി സംവദിക്കാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വം അവർക്കറിയണം. തൗറാത്തിൽ പറയപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി അവർക്കറിയണം. ഇഞ്ചീലിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കറിയണം. അള്ളാഹുവിന്റെ റസൂൽ അവരുമായി സംവാദം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇത് പ്രവാചകൻ തന്നെ. ആ ബോധ്യപ്പെട്ട സമയത്തതാ അവർക്ക് കുർബാന നടത്തേണ്ട സമയമായി, സന്ധ്യാ കുർബാനയുടെ സമയമായി. അവർ ചോദിച്ചു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലേ മുഹമ്മദേ, വൈകുന്നേര സമയമാണ്, ഞങ്ങൾക്ക് സന്ധ്യാ കുർബാന നടത്തേണ്ട സമയമാണ്, ഞങ്ങൾ എവിടെ പ്രാർത്ഥിക്കണം? അള്ളാഹുവിന്റെ റസൂല് മദീനയിലെ പള്ളിയിലെ മസ്ജിദുൻ നബവി, ഇന്ന് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് നിലകൊള്ളുന്ന മസ്ജിദുൻ നബവി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖബറുള്ള മസ്ജിദുൻ നബവി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനും എന്റെ അനുയായികളും എവിടെയാണ് നിസ്കരിക്കുന്നത് 5 വഖത്ത്? ഈ പള്ളിയുടെ ഒരു മൂലയിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് ബൈബിള് വായിക്കാമല്ലോ. ഇരുകയ്യും നീട്ടി ക്രിസ്ത്യാനികൾ അംഗീകരിക്കുകയാണ്. മദീനയുടെ പള്ളിയിലെ തെരുവിൽ വന്നുകൊണ്ട് ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുകയാണ്, കുർബാന നടത്തുകയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവ് സമാനതയുണ്ടോ ഇത്? എന്നാൽ ഇസ്ലാം മതത്തിന്റെ ആശയം എന്താണ്? അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം മതത്തിലില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്, അവൻ പരാശ്രയം വേണ്ടാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹനെ പ്രസവിച്ചിട്ടില്ല, അല്ലാഹ്ക്ക് മക്കളില്ല, അല്ലാഹനെ പ്രസവിക്കപ്പെട്ടതുമല്ല, അല്ലാഹ്ക്ക് കുട്ടികളില്ല, അല്ലാഹ്ക്ക് ഭാര്യയില്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം, ദൈവത്തിന്റെ മകൻ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് മദീനയുടെ പള്ളിയിൽ കുർബാന നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത ലോക നേതാവ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ. അതിന് വലിയ സൗഹാർദ്ദം ലോകത്ത് ആരാ പഠിപ്പിക്കാനുള്ളത്? ആ മതത്തെ സംബന്ധിച്ച് ഇന്ന് തെറ്റിദ്ധാരണ. ആ മതത്തിന്റെ അനുയായികളെന്ന് ഭീകരവാദികള്, ആ മതത്തിന്റെ അനുയായികളെന്ന് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ടവര് എവിടെയാണ് സംഭവിച്ചു പോയത്? അവിടേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ മതം കേവലം ഒരു മതമല്ല കേട്ടോ. ചില ആളുകൾ മതത്തിനെ കൊച്ചാക്കുക. ഒരു 12 രൂപയുടെ കടലാസിൽ ഒരു ലേഖനം എഴുതിയിട്ട് വിമർശിക്കാൻ പറ്റുന്നതല്ല പരിശുദ്ധ ഇസ്ലാമും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളോട്ടോ. മോനെ, അള്ളാടെ മതാണ് ഇസ്ലാം മതം. അള്ളാടെ ബുദ്ധി പിഴക്കില്ലല്ലോ. അള്ളാടെ ബുദ്ധി പഴച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാനെ കൊണ്ട് വിശ്വാസം ഉണ്ടാവുമോ? ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അമെൻമെന്റ് വേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ട് 50-60ഓളം വർഷമായി. ആ ഭരണഘടനയുടെ അകത്ത് 54 ഭേദഗതി ഇപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭേദഗതികൾ ഡോക്ടർ BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി തുടങ്ങിയ ഇന്ത്യയിലെ ബുദ്ധിരാക്ഷസന്മാർ
ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ഭരണഘടനയുടെ അകത്ത് 50-ലധികം ഭേദഗതികൾ ഇപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനിയും ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? കാലഘട്ടത്തിന്റെ പ്രവാഹത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഭരണഘടനക്ക് പോരാ. അതുകൊണ്ട് അതിൽ അമെന്റ്മെന്റും ഭേദഗതികളും കൊണ്ടുവരുന്നു. എന്നാൽ 6666 ആയത്തുകളില് ഏതെങ്കിലും ഒന്നിന് കാലഘട്ടത്തിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താനുള്ള പവറില്ല എന്ന് ലക്ഷ്യസഹിതം ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? ഒരായത്തുണ്ടോ? ഇല്ല. ഉദാഹരണമായി ഇപ്പൊ ഞാൻ പറഞ്ഞു വരാം. ഇപ്പതാ മഴ പെയ്തു. മഴ അനുഗ്രഹം തന്നെ. ബഹുമാനപ്പെട്ട റഫീഖ് അഹമ്മദ് സക്കാഫി പറഞ്ഞു, മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്. മഴയ്ക്ക് വേണ്ടി റസൂലുള്ള ദ്വാരുന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ദ്വാരുന്നപ്പോ മഴ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ മഴ മുസീബത്തും ആവും. റഹ്മത്തുകളൊക്കെ ചിലപ്പോ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ മുസീബത്താവും. അപ്പൊ എന്ത് വേണം? പോയി കിട്ടാൻ വേണ്ടി ദ്വാരക്കണ്ടേ. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് വന്നിട്ട് ഒരു അഅറാബി വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബ നടത്തുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മഴയില്ല നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. മദീനയുടെ പള്ളിയുടെ മിമ്പറയിൽ നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ. നിന്റെ റഹ്മത്തായ മഴ ഇവിടെ പെയ്യണേ എന്ന് ദുആയിരുന്നതോടുകൂടെ മദീനയിൽ അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. ആ വെള്ളിയാഴ്ച പിടിച്ച മഴ പിറ്റത്തെ വെള്ളിയാഴ്ച വരെ അങ്ങ് ഇടതടവില്ലാതെ പെയ്തപ്പോ മദീന വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലായി. പിറ്റത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിക്കാൻ അതേ മദീനത്തെ പള്ളിയുടെ മിമ്പറയിൽ കയറിയപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന സമയത്ത് ഖുത്ബ നടത്തുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ ആ മനുഷ്യൻ വന്നിട്ട് പറയാണ്, നബിയേ, മഴ അധികരിച്ചു പോയി, വീടുകളൊക്കെ ഒഴുകിപ്പോയി, കന്നുകാലികളൊക്കെ മഴയിൽ കിടന്ന് ചത്തുപോയി, ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യ, അതുകൊണ്ട് മഴയൊന്ന് നിർത്താൻ പറയണമെന്ന് പറഞ്ഞപ്പോ റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി തങ്ങള് നേരത്തെ മഴ വരാൻ വേണ്ടി ഇങ്ങനെ ദുആരുന്ന റസൂലുള്ളാഹ് കൈ രണ്ടും മലർത്തി കമഴ്ത്തി പിടിച്ചുകൊണ്ടൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ലാ അലൈനാ വജ്അൽഹാ ഹവാലൈനാ. പടച്ചവനെ, നിന്റെ റഹ്മത്തായ മഴ ഇവിടെ വേണ്ട, സമുദ്രാന്തര ഭാഗങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഈ മഴയെ തിരിച്ചുവിടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു പോയി. അവ ചിലപ്പോ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ തന്നെ അത് മുസീബത്തായി വരുന്ന സമയത്ത് അത് അല്ലാഹുവേ ഇവിടുന്ന് മാറ്റണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് തന്നെ ദുആ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ഇസ്ലാം മതം മഴയെ പറ്റി എന്താ പറയണത്? ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനാണല്ലോ. ഞാന് ഇപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും അധികം മഴ പെയ്യുന്നത് ഞാൻ കണ്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഞാൻ എന്ന് തിരുവനന്തപുരത്ത് വന്നു അന്നൊക്കെ മഴയുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്നാ മഴയുടെ തുടക്കം. ഇന്നലെ എല്ലാം തിരുവനന്തപുരത്ത് ഉഗ്ര മഴയാണെന്നാ. ഇന്ന് നമ്മുടെ ഭാഗത്തേക്കും വന്നു. ഇന്ന് തൃശ്ശൂരും ഉണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ വിളിച്ചു നോക്കുമ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ മഴ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ സമയത്ത് ഇത്രയും വലിയൊരു മഴ പെയ്യാറില്ല. 2010 മെയ് മാസം 16-ാം തീയതി കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സെസ്സിലെ ഏമാന്മാർ ഒരു ഫത്വ പുറപ്പെടുവിച്ചത് 2010-11 വർഷങ്ങൾ കാലാവസ്ഥ വളരെ മോശമാകുന്നു മാത്രമല്ല മഴ പെയ്യില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വാങ്ങിച്ചു കുടിക്കേണ്ട ഗതികേട് വരുന്ന മോനെ കാലാവസ്ഥക്കാര് പറഞ്ഞു. പക്ഷേ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മഫ്ഹൂമു മുഖാലഫ എന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്യില്ല, പെയ്യില്ല എന്ന് പറഞ്ഞാൽ പെയ്യും. ഇത് അള്ളാഹുവിന്റെ ആഭ്യന്തര കാര്യം മഴ പെയ്യിപ്പിക്കൽ. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ, ആ ഖുദ്റത്താകുന്ന സിഫത്തില് ആഭ്യന്തര കാര്യത്തില് മനുഷ്യർ കൈകടത്തിയപ്പോ അള്ളാഹു അത് സമ്മതിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്തുണ്ടായി എന്നറിയോ? 2010 റെക്കോർഡ് മഴയായിരുന്നു. 2010 മഴ പെയ്തിട്ട് മലമ്പുഴ ഡാം 8 വട്ടം തുറന്നു. മുല്ലപ്പെരിയാറും ലോവർ പെരിയാറൊക്കെ അണക്കെട്ട് തുറന്നുവിടാൻ തുടങ്ങി. ഏത് ഡാമാ കേരളത്തിൽ തുറക്കാതിരുന്നത്? മഴയുടെ അളവ് കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞത് 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇത്ര ശക്തിയായ മഴ കേരളത്തിൽ പെയ്തിട്ടില്ല.
ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വിലക്ക് വാങ്ങിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ സെസ്സിലെ ഏമാമാരോട് ഇപ്പൊ പറയാനുള്ളതാ, ഈ റോട്ടിലെ വെള്ളം 20 രൂപ തരാ, ഒന്ന് പിഴുത് കൊണ്ടുപോകോ ഇവിടുന്ന്. ഖുർആൻ എന്താ അതിനെ പറ്റി പറഞ്ഞത്? മഴയെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലാഹു ഖുർആനിൽ. ജനങ്ങളെ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘപാളികളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നവൻ ഞാനാണോ അതോ നിങ്ങളാണോ? മോനെ, അള്ളാഹ്ക്ക് വിവരമില്ലാണ്ട് ചോദിച്ചല്ലാട്ടോ. അല്ലാഹു ചോദിക്കുക, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കി തരുന്നവൻ ഞാനാണോ നിങ്ങളാണോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, സൃഷ്ടിക്കുന്നവൻ നിങ്ങളാണോ നമ്മളാണോ? അത് വേറെ വിഷയം.